ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഫുട്ബോൾ ടീമിലുള്ള കേക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു കേക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അവനൊരു ഫുട്ബോൾ പ്രേമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള 2 സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ ബോളിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 ബൗൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മോൾഡൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ബോൾ ഷേപ്പ് മതിയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒന്നാണ് ചീനച്ചട്ടി. അതിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 3 മുട്ടയും 1/4 കപ്പ് മൈദയും ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്ത വാനില ബാറ്ററാണ്. അപ്പോൾ ഇത് 2 ബൗളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ രണ്ടും ഒരേ സമയം തന്നെ 2 അടുപ്പിലായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ പാനിൽ വെച്ചിട്ടുള്ളത് അല്പം ബാറ്റർ കുറവാണ്. അതൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഞാനത് ബൗളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റീൽ പാത്രത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചതും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ബോളിൻ്റെ പുറത്തുള്ള ആ ബ്ലാക്ക് ഡിസൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗനാഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് ചൂടുള്ള വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് മെൽറ്റാക്കി എടുത്തതാണ്. ഇനി ഇത് നന്നായി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ചൂടാറിയ ശേഷം ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചെടുത്താൽ മതി. അപ്പോൾ കേക്ക് ചൂടാറിയ ശേഷം ഞാനിത് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബൗളിൻ്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു പോർഷനാണ് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലൂബെറിയുടെ ഗനാഷ് ബാക്കിയുള്ളത് കൊണ്ട് അതൊന്ന് ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബൗളിൻ്റെ ഏറ്റവും താഴെ വശം കേക്കിൻ്റെ ഏറ്റവും താഴെയും പിന്നെ മറ്റേ ബൗളിൻ്റെയും താഴെ വശം മുകളിലായിട്ടും വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവൻ ലെയറും വെച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ താഴെ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ചെരിച്ചിട്ടൊന്ന് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് ക്രീം കൊടുക്കുന്നത്. മുകൾ ഭാഗത്ത് കുറച്ചധികം തന്നെ ക്രീം വെച്ച് കൊടുക്കണം. എന്നാലേ അത് ഷേപ്പാക്കിയിട്ട് വരുമ്പോൾ നല്ലതായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവലാക്കിയ ശേഷം ഇതേപോലെ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ വിസിറ്റിംഗ് കാർഡാണ്. അപ്പോൾ ഇതേപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കാർഡ് എടുത്തിട്ട് കേക്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടേൺ ടേബിൾ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ പ്രഷർ കൊടുത്തിട്ടൊന്നും ചെയ്യരുത്. കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ ക്രീം കുറഞ്ഞ സ്ഥലത്തൊക്കെ വീണ്ടും ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് കാർഡ് വെച്ചിട്ട് താഴെ നിന്ന് ഇതേപോലെ മുകളിലേക്കൊക്കെ ഒന്ന് വലിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ താഴെ ഭാഗത്ത് നിന്നും തുടങ്ങിയിട്ട് മുകളിലേക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഏകദേശം ഒരു ബോൾ ഷേപ്പിൽ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. താഴ്ഭാഗം കുറച്ചുകൂടി ആവാനുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പറിൽ ഒരു പഞ്ചഭുജത്തിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ടൂത്ത് പിക്ക് കൊണ്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ മുഴുവനായിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കണം. ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സ്റ്റാറിൻ്റെ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതേപോലെ അവിടെ ഇവിടെ ആയിട്ട് ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്ഥലത്ത് ബ്ലാക്ക് ഗനാഷ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗനാഷ് ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതും പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവിടെയും ഈ ഒരു ഡിസൈന് കൊടുക്കാം.
അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ഗ്രീൻ കളറിലുള്ള വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രാസ് നോസിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫ്ലവർ പോലെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ബേസിൻ്റെ വെയിറ്റ് കൂടാതെ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 700 ഗ്രാം ആണ്. അപ്പോൾ 1 kg ബോൾ കേക്കിൻ്റെ റേറ്റ് 800 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.